പാക് സേന ലക്ഷ്യമിട്ട പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവാന്മാരെ പ്രധാനമന്ത്രി കണ്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി മുദ്രാവാക്യം വിളിക്കുന്നതും സേനാംഗങ്ങൾ ഏറ്റുവിളിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്രതീക്ഷിതമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ബി ദിലീപ് കുമാർ ചേരുന്നു. ഹാഷ്മി, പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിൽ വ്യോമസേനയുടെ താവളമാണ്. ഇവിടെ ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. അപ്രതീക്ഷിത സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. അവിടെ എത്തി വ്യോമസേനാംഗങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച വ്യോമത്താവളമാണ് ആദംപൂരിലെ വ്യോമത്താവളം. ഇവിടെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങിയിരുന്നു. അവർ അവകാശപ്പെട്ടത് F-16 വിമാനം ഉപയോഗിച്ച് ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആദംപൂരിൽ തകർത്തുവെന്നായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ അവകാശവാദം വെറും നുണയാണ്, വെറും പൊള്ളയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെയാണ് ആദംപൂർ വ്യോമത്താവളത്തിലെത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനാംഗങ്ങളെ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചവരാണ് വ്യോമസേനാംഗങ്ങൾ. വ്യോമസേന ഇത്തവണ അവരുടെ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുന്നതിൽ, അതായത് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയുടെ മിസൈലുകൾ പായിക്കുന്നതിൽ, അവരുടെ സൈനിക താവളങ്ങൾ നശിപ്പിക്കുന്നതിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വ്യോമസേന വഹിച്ചിരുന്നു. വ്യോമസേനാംഗങ്ങളെ കണ്ട് വ്യോമസേനാംഗങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണയുണ്ട്, അവർക്കൊപ്പമുണ്ട് രാജ്യം ഒന്നാകെ എന്ന ഒരു സന്ദേശം കൂടി പ്രധാനമന്ത്രി നൽകുകയായിരുന്നു ഈ ആദംപൂർ വ്യോമത്താവളത്തിലെ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഹാഷ്മി.